പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കട്ടെ. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഏവർക്കും ആത്മരക്ഷാ മിനിസ്ട്രിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നിന്നാണ്. ആ വാക്യം ഞാനിവിടെ വായിക്കാം. നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരും ഭയപ്പെട്ടു. ഇവനാർ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഈ സാഹചര്യം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ അക്കരയ്ക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയും യേശു കർത്താവ് പടകിൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. ഗലീല കടലിൽ കൂടെ. ഗന്നേസരത്ത് തടാകമെന്നതിന് പറയും, തിബിരിയാസ് കടൽ എന്ന് പറയും. അങ്ങനെ യേശു കർത്താവ് അക്കരയ്ക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ക്ഷണിച്ച് യേശു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് യേശു പടകിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നു. ഈ സാഹചര്യത്തില് ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായി. ഈ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോൾ യേശു പടകിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. യേശു കർത്താവിനെ എന്ത് ചെയ്തു? ശിഷ്യന്മാർ തട്ടി ഉണർത്തി. നാഥാ, നിങ്ങൾ നശിച്ചു പോകുന്നെന്ന് നിനക്ക് വിചാരമില്ലയോ എന്ന് യേശുവിനോട് ശിഷ്യന്മാർ പറയുവാനായിട്ടിടയായി. യേശു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അത് അമർന്നപ്പോൾ യേശു കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഈ അത്ഭുതം കണ്ടപ്പോൾ, ഈ അതിശയം കണ്ടപ്പോൾ തന്റെ ശിഷ്യന്മാർ പറഞ്ഞ വേദഭാഗത്തിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവനാർ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നതല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെടുവാനായിട്ടിടയായി. യേശു കർത്താവ് വാസ്തവത്തിൽ ആരാണ്? ദൈവത്തിന്റെ പൈതലേ, പിതാവാം ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കണം. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് 6000 ഭൂതം കയറിയ ലഖിയോൻ, അവന് യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നവൻ ചോദിക്കുന്ന ഒരു ചോദ്യം കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് സാത്താന്റെ കൂട്ടത്തിന് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ, ദൈവത്തിന്റെ ദൂതന്മാർക്ക് യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമായി അറിയാമെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ പോലെ ജനത്തിന് യേശു ക്രിസ്തു ആരാണെന്ന് ഇന്നും അറിയത്തില്ല. ഞാൻ പറയട്ടെ, യേശു കർത്താവിനെ കാത്തും കൊണ്ട് അവന്റെ അമ്മയും സഹോദരന്മാരും ആയിരിക്കുമ്പോൾ ഈ വിവരം ജനം കണ്ടപ്പോൾ യേശുവിനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാത്ത് പുറത്ത് വെളിയിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുവാനായിട്ടിടയായി. ആ സാഹചര്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്റെ അമ്മ ആരെ, എന്റെ സഹോദരൻ ആരെ, എന്റെ സഹോദരിമാർ ആരെ? എന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എന്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്ന് യേശു കർത്താവ് പറയുവാനായിട്ടിടയായി. ദൈവത്തിന്റെ പേര് കേവലം ഒരു ജോസഫിന്റെ മകനല്ല യേശു ക്രിസ്തു, ഒരു മറിയത്തിന്റെ മകനല്ല യേശു ക്രിസ്തു. യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ടതാണ് എന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തു നഥാനിയേലിന് വെളിപ്പെടുവാനായിട്ടിടയായി. നഥാനിയേൽ യഹൂദന്മാരുടെ രാജാവാണെന്ന് കാണുകയും യേശു ക്രിസ്തു ദൈവമാണെന്ന് അവൻ വിശ്വസിക്കുകയും മനസ്സിലാക്കുവാനും കഴിഞ്ഞു. ദൈവത്തിന്റെ പൈതലേ, പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഈ യേശു ആരാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യെരമ്യാവും പ്രവാചകന്മാരിൽ ഒരുത്തനും എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. തന്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് ചോദിക്കുക, ജനം എന്നെ ആരെന്ന് പറയുന്നു? എന്നാൽ ശിഷ്യന്മാരുടെ വിവരത്തിനനുസരിച്ച് ശിഷ്യന്മാർ ഇപ്രകാരം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ജനത്തിന്റെ ഇടയിൽ യേശു ആരാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടണം. ഇതാണ് സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയട്ടെ,
യേശു കർത്താവ് ആ സാഹചര്യത്തിൽ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ശീമോൻ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ചാടി എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് അതേ പത്രോസ് വെളിപ്പെടുത്തി പറഞ്ഞു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, പറയുവാന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. ജഡരക്തങ്ങളല്ല ദൈവത്തിന്റെ പേര് പിതാവാം ദൈവത്രേ അത് പത്രോസിനെ ഇത് വെളിപ്പെടുത്തുവാനായിട്ടിടയായത്. നീ ഭാഗ്യവാൻ. ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്തു ദൈവമാണെന്ന് വ്യക്തമായി നിനക്ക് വെളിപ്പെട്ടാൽ നീ ഭാഗ്യവാനാണ് ദൈവത്തിന്റെ പതിലേ. ഈ ഭാഗ്യാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 30 വർഷം മുമ്പ് ഈ ഭാഗ്യാവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, യേശു കർത്താവിന്റെ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് നീ പ്രാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുവാനായിട്ടിടയാകും. അതുകൊണ്ട് ഈ രക്ഷ പ്രാപിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരികയും യേശു ക്രിസ്തു ആരാണെന്ന് നിനക്ക് വെളിപ്പെടുകയും ചെയ്യും. ദൈവത്തിന്റെ പൈതലേ, അനേക ജാതികൾ യേശു ക്രിസ്തു കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുക. മൂഢജാതികളെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവരുത്തും എന്ന് പറയുമ്പോൾ അനേകർ യേശു കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുക. ആരാ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഒരു ശമരിയ സ്ത്രീ. ദൈവത്തിന് സ്തോത്രം. യേശു ശമരിയിൽ കടന്നു പോകുമ്പോൾ ഒരു ശമരിയ സ്ത്രീ യാക്കോബിന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് കണ്ടു. അപ്പോൾ യേശു അവിടെ നിന്നിട്ട് അവളോട് കുടിപ്പാൻ ചോദിച്ചു. ആ ശമരിയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടിപ്പാൻ ചോദിച്ചപ്പോൾ ശമര്യർക്കും യഹൂദർക്കും ബന്ധമില്ല എന്നവൾക്ക് വ്യക്തമായിട്ട് അറിയുവാനായിട്ട് കഴിയും. നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത് എന്ന് അവൾ ചോദിച്ചു. അപ്പോൾ അവൾക്ക് യഹൂദനായിട്ട് യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ടിടയായി. വീണ്ടും ദൈവത്തിന്റെ പേരില് യാക്കോബിന്റെ കിണറ്റിൽ നിന്നാണ് അവൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം കുടിക്കാനായിട്ടും മക്കൾക്കും അതേ മൃഗങ്ങൾക്കൊക്കെ അതിൽ നിന്ന് കൊടുക്കുന്നു. പിതാക്കന്മാരുടെ ദൈവമാണ് യാക്കോബ് എന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് മാത്രമല്ല, അവൾ വ്യക്തമായി ചോദിക്കുകയാണ്, നീ യാക്കോബിനേക്കാൾ വലിയവനോ എന്ന് അവൾ വീണ്ടും ചോദിച്ചു. വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഈ സാഹചര്യത്തിലെ യേശു പറഞ്ഞിട്ടുണ്ട്, ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവർ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവൾ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ഒരു ഭർത്താവില്ലെന്ന് പറഞ്ഞത് സത്യം. എനിക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ യേശുവിനോട് അവൾ പ്രകാരം പറഞ്ഞു, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. വീണ്ടും സംഭാഷണം നടന്നുകൊണ്ടിരിക്കുക. സമയം പറയാനായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ വരെ ഓടിച്ച് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് അവളെ, യജമാനെ, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നുവെന്ന് അവൾ പറഞ്ഞതിന് ശേഷം ഇതാ പിന്നെ സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നതെന്ന് ഞാൻ അറിയുന്നുവെന്ന് അവൾ വീണ്ടും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാനാകുന്നു ക്രിസ്തു, ഞാനാകുന്നു മശിഹ എന്ന് സ്വർഗത്തിലെ ദൈവം അവൾക്ക് വെളിപ്പെടുത്തുവാനായിട്ടിടയായി. ദൈവത്തിന്റെ വഴിയിൽ ഈ യേശു കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അനേകരോട് ഈ സന്തോഷം പങ്കുവെക്കുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് വ്യക്തമായി മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ, പിതാവാം ദൈവം അത് വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. കോർനെല്യോസിന്റെ ജീവിതത്തിലും വിജാതനായിരുന്നു കോർനെല്യോസ്. ദൈവത്തിന്റെ സ്തോത്രം, അവൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ടിടയായി. അങ്ങനെ അനേക വിജാതികൾ ഇന്നും ദൈവത്തിന്റെ ഒരു യേശു കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അനേകം യേശുവിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ, ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നത് നമ്മൾ എവിടെയാണെന്ന് ശാന്തമായി ചിന്തിക്കണം. ദൈവത്തിന്റെ പേര് ദൈവാലയത്തെക്കാൾ വലിയവനാണ് യേശു ക്രിസ്തു എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. എന്നിട്ട് വരണം യേശു കർത്താവിന്റെ പുറകെ നീ കടന്നു വരണം. സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. മറുരൂപ മലയുടെ മുകളിൽ ദൈവത്തിന്റെ സ്തോത്രം അവിടെ സംഭവിച്ചത് നമുക്കറിയാം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കിനെന്ന് സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. നഥാനിയേലിനെ സംബന്ധിച്ചിടത്തോളം നഥാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തു ദൈവമാണെന്ന് നഥാനിയേലിന് വെളിപ്പെടുക മാത്രമല്ല, അതെ യഹൂദന്മാരുടെ രാജാവാണെന്നും അവൻ പ്രഖ്യാപിപ്പാനായിട്ടിടയായി. ദൈവത്തിനുള്ള യേശു കർത്താവ് സ്നാനമെടുത്തതിന് ശേഷം യേശു കർത്താവ് കയറിയപ്പോൾ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. അതെ, എന്റെ പുത്രനാണെന്ന് സാക്ഷിപ്പാനായിട്ടിടയായി. ദൈവത്തിന്റെ പേരിൽ ആരെങ്കിലും യേശു കർത്താവിനെ
ദൈവമല്ലാതെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മടങ്ങി വരണം. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് ദൈവത്തിന്റെ പേര് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തതും. അപ്പോൾ ശിഷ്യന്മാർ കണ്ടത് ഇപ്രകാരമാണ്: ഒരു പ്രവാചകൻ എന്ന് അറിയുന്നുവെന്ന അന്ന് ശിഷ്യന്മാർ പറഞ്ഞത്. അത്ഭുതം കണ്ടുകൊണ്ടതല്ല ദൈവത്തിന്റെ പേര്. അത്ഭുതങ്ങൾ അനവധി നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് യേശു കർത്താവിനെ പിൻപറ്റാത്തത്? ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിക്കണം. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ എന്റെ പിതാവിന്റെ അടുത്തേക്ക് ആർക്കും എത്താൻ കഴിയത്തില്ല. മാത്രമല്ല, സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകുവാൻ ഏക വഴി യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടു, ഞാനും എന്റെ പിതാവും ഒന്നത്രേ എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവമാണ് യേശു ക്രിസ്തു എന്ന് മറന്നു പോകരുത്. നമുക്കറിയാം, ഒരു മുട്ട അത് പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തൊണ്ട് വേറെയാക്കാനായിട്ട് കഴിയും, അതിന്റെ വെള്ള വേറെയാക്കാനായിട്ട് കഴിയും, അതിന്റെ ഉണ്ണി വേറെയാക്കാനായിട്ട് കഴിയും. അതിന് മുട്ട എന്ന് പറയാ ദൈവത്തിന്റെ വഴിയില്. അതുകൊണ്ട് ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ യേശു ക്രിസ്തുവാണ് ത്രിത്വത്തിൽ ഏകദൈവമെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശു കർത്താവിന്റെ അടുത്തേക്ക് മടങ്ങി വരേണ്ടത് ഇന്ന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത് കഴിഞ്ഞു ദൈവത്തിന്റെ പൈതല്. അതുകൊണ്ട് യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിന്റെ അകത്ത് സ്വീകരിച്ച്, അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാനായിട്ടില്ല. യേശുവിനെ സ്വീകരിച്ച് മടങ്ങി വരണം. എന്റെ വാക്കുകൾക്ക് അവിടെ വിരാമം ഇടട്ടെ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ച് മടങ്ങി വരണം. പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇവൻ ആരെന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഇന്ന് രാത്രി കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരുവാൻ തക്കവണ്ണം സഹായിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. കാൽവറി ക്രൂസിൽ അത് കർത്താവെ അവിടുന്ന് ചൊരിഞ്ഞ രക്തം, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണല്ലോ കർത്താവെ. അതുകൊണ്ട് അവസാനത്തെ രക്തം ഊറ്റി തന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾ എല്ലാവരെയും സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. നിങ്ങൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവനെ പ്രാപിപ്പാനായിട്ടുള്ള എല്ലാ മുഖാന്തരത്തെയും സ്വർഗം ഒരുക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യുദ്ധശ്രുതികളെ കുറിച്ച് നിങ്ങൾക്കാർക്കും ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ എന്ന് തിരുവചനം പറഞ്ഞെല്ലാം നിങ്ങൾ ഓർക്കുന്നു. രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായി നിങ്ങൾ അറിയുകയാണ് കർത്താവെ. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുവാൻ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിച്ച് മടങ്ങി വരുവാൻ നിങ്ങളെ സഹായിച്ചാട്ടെ. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഏവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.